പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു സ്വാമിയുടെ വീഡിയോസ് ഒന്ന് കാണുക. സ്വാമിക്ക് പേടിയുണ്ടോ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ? പേടിക്കേണ്ട കാര്യം, ഞാൻ എന്തായിരുന്നാലും ജനിച്ചു, ഒരു ദിവസം ഞാൻ മരിക്കും. ആ മരിക്കുന്നത് ഈ പറയുന്ന നമ്മൾ ഈ 4 കൂടിയ പട്ടിയെ കണ്ടില്ല, കന്നിമാസത്തിൽ 4 കൂടുന്ന സ്ഥലത്ത് അത് ബന്ധപ്പെട്ടിട്ട് പ്രസവിക്കും. ആൾക്കാരുടെ കാല് നക്കിയും എച്ചിന് തിന്നും കല്ലറി കൊണ്ടും ജീവിക്കാനല്ല ഞാൻ ജനിച്ചത്. ഈ സ്വാമിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ മുസ്ലിം വിരുദ്ധം പറഞ്ഞ ഒരു സ്വാമിയാണ് ഈ ഒരു സ്വാമി. പച്ചയ്ക്ക് വന്നിട്ടാണ് അള്ളാഹുവിനെ മുഹമ്മദ് നബീനെ കുറിച്ചൊക്കെ അത്രയും മോശമായി പറഞ്ഞ വ്യക്തിയാണ് അല്ലേ. ഇതിൽ ഇയാളുടെ വീഡിയോസിന് ഒരുപാട് ഭാരതപുത്രന്മാർ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇയാൾ അങ്ങോട്ട് പൊക്കിക്കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ എത്രമാത്രം മുസ്ലിം വിരുദ്ധം പറഞ്ഞാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇഷ്ടം പോലെ. അതുപോലെ തന്നെ സന്ദീപ് വാര്യർ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് പച്ചയ്ക്ക് വന്ന് ഇഷ്ടം പോലെ. അപ്പം ഇത്രയും ആളുകൾ വന്നിട്ട് ഈ മുസ്ലിം സമൂഹത്തിനെ വിമർശിച്ചിട്ട് മുസ്ലിങ്ങളെ അപകടത്തിലാക്കാവുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് ഇന്ന് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള മാറ്റങ്ങൾ, എന്തുകൊണ്ട് അവർക്ക് ആ മാറ്റങ്ങൾ സംഭവിച്ചതെന്ന് മനസ്സിലായി. കാരണം ഇവരുടെ പോക്ക് ശരിയല്ല എന്ന് ഇവർക്ക് തന്നെ മനസ്സിലായി. ഇത്രയും എന്താ പറയുക, ഭയാകരമായിട്ടുള്ള ഒരു പോക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാരെ അടിച്ചമർത്തപ്പെടും എന്നുള്ളൊരു ഭയം ഇവരുടെ ഉള്ളിൽ തന്നെ വന്നു. അതുകൊണ്ടാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നത്. ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായി, പല ആളുകൾക്കും കാര്യം മനസ്സിലായി. ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കൂ. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്ത് പൊളിക്കുകയാണ്, അതെവിടെയോ ആണ്, അതെവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ JCB കൊണ്ടുവന്നിട്ട് പൊളിക്കുമ്പോൾ അവിടെ താമരയുടെ കൊടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് താമരയുടെ കൊടിയായിട്ട് ആളുകൾ വന്ന് നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊരു പോലീസുകാർ വന്ന് നിൽക്കുന്നില്ല, അത് എംബർമാർ വന്ന് നിൽക്കുന്നില്ല, അതല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ വന്ന് നിൽക്കുന്നില്ല, MLA ഒന്നല്ല വന്ന് നിൽക്കുന്നത്, അവിടുത്തെ ജനങ്ങളാണ് വന്ന് നിൽക്കുന്നത്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം ജനങ്ങളല്ല, അവിടുത്തെ ക്രിമിനൽസായ ജനങ്ങളാണ് വന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ട് അവർ വന്നുകൊണ്ട് നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യൻ നിയമപ്രകാരം ഒരു സ്ഥലത്ത് പൊളിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണ് വന്ന് നിന്ന് പൊളിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ പ്രിയ സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഈ സ്വാമിയെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ സന്ദീപ് വാര്യരെ പോലുള്ള ആൾക്കാർ, രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാർ മാറി ചിന്തിച്ചത്. അവർക്കറിയാം കൃത്യമായിട്ട് ഇതിനകത്ത് ഒരു സമൂഹത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ രാവിലെ റിപ്പോർട്ട് ചാനലിൽ ഒരു വാർത്ത വന്നിരുന്നു. അതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഒരു ബോഗിയിൽ തീ കത്തി, ഇത്രയുള്ള സംഭവം. അപ്പോൾ അതിലുള്ള 4 പാസഞ്ചർ ചാടിയപ്പോൾ അപ്പുറത്തെ ട്രെയിൻ വന്ന് അങ്ങനെ ഇടിച്ച് മരിച്ചു എന്നിട്ട് ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് താഴത്ത് വരുന്ന കമൻറ്റുകളാണ് എന്നെ ഞെട്ടിച്ചളഞ്ഞത്. അപ്പോഴും ഇവർ മുസ്ലിം സമൂഹത്തിനെ തെറി വിളിക്കുന്നു, കമൻറ്റുകൾ ഇടുന്നു, എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ആളുകളുടെ ഉള്ളിലേക്ക്, മലയാളികളുടെ ഉള്ളിലേക്ക് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു കുറ്റകൃത്യം ചിന്താഗതി, അതായത് ഒരു മനുഷ്യനെ നശിപ്പിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്താഗതി വരുന്നു, ആര് നശിച്ചാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതി വന്നുപോയി. ഒരു പരസ്പരം ഒരു ഐക്യം, ഒരു സ്നേഹം, അതൊക്കെ അങ്ങ് പോയി, ഒരുപാട് ദൂരെ പോയ പോലെ. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരിയുടെ വികസനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഒരു വീഡിയോയിൽ മാത്രം, ഒറ്റ വീഡിയോയിൽ മാത്രം, ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ദേശസ്നേഹിയായിരുന്നു. ഒരൊറ്റ വീഡിയോയിൽ മാത്രം ഒരു കാര്യമെന്ന് പറഞ്ഞു, അതോടുകൂടി പോയി. പിന്നെ ഞാൻ സൊഡാപ്പിയായി. ഇങ്ങനെ ഒരു മനോഭാവമായിട്ടാണ് ജനങ്ങൾ പോകുന്നത്. ഒന്നാലോചിച്ച് നോക്ക്. എല്ലാവരെയും മാറ്റുക, എല്ലാ സ്ഥലത്തെയും മാറ്റുക, ഒരു പ്രത്യേകതരമായി മാറിപ്പോകുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നു പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പോക്ക് തീരെ ശരിയല്ല. കാരണം നിങ്ങൾക്കറിയാലോ, ഇവിടെ ക്രിമിനൽസിനെയും ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാരെയും ആക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഇപ്പോൾ ഒരാൾ ആ മാലയിട്ട് സ്വീകരിച്ചു വരുന്നു. അയാൾ അവിടുത്തെ ഒരു ഭരണാധികാരിയാണ്. അയാൾ ഒരു 10 വയസ്സായ കുട്ടി എന്തോ റേപ്പ് ചെയ്തിട്ട് 8 മാസം വെറും 8 മാസം ശിക്ഷിച്ചിട്ട് അയാൾ പൂമാലിയിട്ട് അയാളെ പുറത്തുകൊണ്ട് വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊക്കെ വീഡിയോ വരുന്നു. എന്താണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ സ്വാമിനെ പോലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാനടക്കം ഇയാൾക്കെതിരെ ഒരുപാട് വീഡിയോ ചെയ്ത വ്യക്തിയാണ്, ഇഷ്ടം പോലെ. ഇയാളിപ്പോൾ ഈ മാറി ചിന്തിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് എത്രമാത്രം അപകടമാണ് ഒരു വിഭാഗം ആളുകൾക്കുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനത്തെ ചിന്ത വരുന്നത് മനസ്സിലായി. ബ്ലോഗർമാരും അതുപോലെ തന്നെ ഒരുപാട് ചാനലുകൾ നിരന്തരം ഈ മുസ്ലിം വിരുദ്ധം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സംഭവം എവിടെയെങ്കിലും നടന്നാൽ പോലും അതിൽ പോലും വർഗീയത കാണാണ്. പോലും ഒരു ഭീകരത അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുക, കമൻറ്റുകൾ അടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തല്ലേ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് ഇതൊക്കെ നടക്കുന്നുള്ളത് കമൻറ്റിൽ പറയുക.